നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ വളരെ പ്രിയനും ആദരണീയനുമായ പാസ്റ്റർ CV ആൻഡ്രൂസ്, ലഡ്ല ചർച്ച് ഓഫ് ഗോഡിന്റെ സീനിയർ പാസ്റ്ററും എനിക്ക് പ്രിയനുമായ എബി. ഈ പ്ലാറ്റ്ഫോമിനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. ഒരു പ്രധാന കാരണം ആൻഡ്രൂസ് പാസ്റ്ററിന്റെ പാഷനാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. അദ്ദേഹത്തിന് ദൈവം ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു കാരണം, ഈ പ്ലാറ്റ്ഫോമിൽ വളരെ സീനിയേഴ്സായ നിരവധി ദൈവദാസന്മാർ. ഞാൻ നിങ്ങളോടെല്ലാം ആവശ്യപ്പെടുകയാണ്, ഞാൻ പഠിപ്പിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ പറഞ്ഞു തരണം. ആരും വേദപുസ്തകത്തിന്റെ അവസാന വാക്കല്ല. ഞാനൊക്കെ വളർന്നതിന്റെ ഒരു കാരണം തിരുത്തിത്തരാൻ, പറഞ്ഞു തരാൻ മെന്റേഴ്സായ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ. ഇന്നത്തെ ചെറുപ്പക്കാരായ ശുശ്രൂഷകന്മാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഞാൻ വിരളമായിട്ടാണ് കാണുന്നത്. സീനിയറായ ഒരാളോട് എന്നെ കറക്റ്റ് ചെയ്യണേ എന്ന് പറയുന്ന ചെറുപ്പക്കാർ വളരെ വളരെ വിരളമാണ്. അത് ദുഃഖകരമാണ്, അപകടകരമാണ്. ഈ പ്ലാറ്റ്ഫോമിലുള്ള പാസ്റ്റർ ജോൺ വർഗീസ്, പാസ്റ്റർ മോനി മാത്യു, പാസ്റ്റർ മത്തായി സാംകുട്ടി, പാസ്റ്റർ PV മാത്യു, പാസ്റ്റർ PS തോമസ്, പാസ്റ്റർ NC ആൻഡ്രൂസ്, പാസ്റ്റർ ഷിബു, പാസ്റ്റർ മാത്യു ചെറിയൻ, എനിക്ക് വളരെ പ്രിയനായ പാസ്റ്റർ റെജി, മറ്റേതെങ്കിലും ദൈവദാസന്മാരുടെ പേര് ഞാൻ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക. സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കും. എലിന് നല്ല മനോഹരമായ ശബ്ദമുണ്ട്. കർത്താവ് ആരോഗ്യം നൽകി നന്നായി ഉപയോഗിക്കട്ടെ. ഞാൻ ആൻഡ്രൂസ് പാസ്റ്ററിന്റെ ഈ ബൈബിൾ സ്കൂളിൽ വളരെ നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. പാസ്റ്റർ പല തവണ ആവശ്യപ്പെട്ടെങ്കിലും എനിക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയി. ഞാൻ ചർച്ച് ആൻഡ് മിഷൻസ് എന്നൊരു വിഷയം പഠിപ്പിക്കാനാണ് ചില നാളുകൾക്ക് മുമ്പ് തീരുമാനിച്ചത്. തൽക്കാലം ഞാനത് മാറ്റിവെച്ചിട്ട് ഈ ഒരു വിഷയം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നെ മനസ്സിനെ വളരെ ഭരിക്കുന്ന ഒരു ചിന്തയാണിത്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ പഴയ ബൈബിൾ സ്കൂൾ പഠനത്തിന്റെ നോട്ട് വെച്ച് പ്രസംഗിക്കുന്ന ഉപദേശിയല്ല, ഞാൻ പഠിപ്പിക്കുന്ന ഉപദേശിയല്ല. ഐ മേക്ക് എവറിത്തിങ് ഫ്രഷ്. കാരണം 25 കൊല്ലം മുമ്പ് ഞാൻ അറിഞ്ഞ തിരുവെഴുത്തും എൻ്റെ ബൈബിൾ പഠനവുമല്ല എനിക്കിന്നുള്ളത്. ഞാൻ 25 വർഷം കൂടെ കർത്താവിനോട് കൂടെ നടന്നു. അതുകൊണ്ട് ഈ പഴയ നോട്ടുകളൊന്നും ഉപയോഗിക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ വേദിയിലുള്ള ചെറുപ്പക്കാരായ ശുശ്രൂഷകന്മാരോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഈ പഴയ നോട്ട് വെച്ചുള്ള പ്രസംഗങ്ങൾ ഒരിക്കലും ചെയ്യരുത്. യു നീഡ് ടു ഗ്രോ. നിങ്ങൾ വളരണം. ആമുഖമായി ഞാൻ ഇതെല്ലാം പറഞ്ഞു. ക്രിസ്തു ആരാണ്? പാസ്റ്റർ ആൻഡ്രൂസും ഞാനുമായ ആത്മാവിൽ വലിയ ഐക്യം. മലയാളി പെന്തക്കോസ്ത് സഭകളിൽ ക്രിസ്തു കേന്ദ്രീകൃത സന്ദേശങ്ങൾ ഏതാണ്ട് അസ്തമിച്ചിരിക്കുക. യേശു എന്ന ഒരു വാക്കുപോലും പറയാത്ത എത്രയെത്ര പ്രസംഗങ്ങളാണ് നാം കേൾക്കുന്നത്. നമ്മുടെ പാട്ടുകളുടെ കാര്യം പറയുക വേണ്ട. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളെയൊക്കെ ഒന്ന് വിശകലനം ചെയ്യണം. ഞാൻ എൻ്റെ ഈ 2 പദങ്ങളാണ് ഈ പാട്ടുകളുടെ എല്ലാം പ്രധാന ശബ്ദം. സ്റ്റീവൻ കോൾ എന്ന മഹാനായ ദൈവദാസന്റെ പ്രസിദ്ധമായ വാചകം ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണ്. ദുരുപദേശകരെ തിരിച്ചറിയാനുള്ള 3 വഴികൾ. 1, മാൻ സെന്റേർഡ്, മനുഷ്യ കേന്ദ്രീകൃതമാണ്. 2, സബ്ജക്റ്റീവ്, വ്യക്തി കേന്ദ്രീകൃതമാണ്.
3 മെറ്റീരിയലിസ്റ്റിക്കാണ്, ഭൗതികമാണ്. നമ്മുടെ പാട്ടുകളിൽ ഭൂരിപക്ഷവും മാൻ സെന്റേർഡ്. ഇന്നത്തെ പാട്ടുകൾ മനുഷ്യ കേന്ദ്രീകൃതമാണ്. പ്രസിദ്ധമായ ഒരു വാചകം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ പാട്ടുകളിൽ പോലും നിങ്ങളുടെ ദൈവശാസ്ത്രം വെളിപ്പെടുന്നു. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നിങ്ങളുടെ പാട്ടുകളിൽ പോലും നിങ്ങളുടെ ദൈവശാസ്ത്രം വെളിപ്പെടും. Your theology is manifested in your songs. അപ്പോൾ ഒരു ദൈവസഭയുടെ നിലപാടും ദൈവശാസ്ത്രവും അറിയാൻ, ഒരു കൂട്ടായ്മയുടെ നിലപാടും ദൈവശാസ്ത്രവും അറിയാൻ അവിടെ പാടുന്ന പാട്ടുകൾ നോക്കിയാൽ മതി. ഇത് ഞാൻ വളരെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരിക. നല്ല എക്സാമ്പിളായ നിരവധി സഭകൾ ഞാൻ പറയാം. എലിവേഷൻ ചർച്ച്, ഹിൽ സോങ്, മലയാളത്തിലെ പറയണ്ടല്ലോ, കോട്ടയത്തെ അനുഗ്രഹം മഴയും. ഇവരെല്ലാം തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ അവരുടെ ദൈവശാസ്ത്രത്തിന്റെ പ്രചരണമാണ്. അതുകൊണ്ട് പാട്ടൊക്കെ പാടുന്ന പ്രിയപ്പെട്ടവർ ഈ പാട്ടിന്റെ വരികൾ നന്നായി ശ്രദ്ധിക്കണം. എന്നിട്ടത് തിരുവെഴുത്തുമായി ബന്ധമുള്ളതാണോ എന്ന് നന്നായി പരിശോധിക്കണം. ഇൽസോങ്ങിൽ നിന്നൊരു 24 വയസ്സുകാരി, അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകാരി, എന്നാ കുട്ടിയുടെ പേര് മറന്നുപോയി, കഴിഞ്ഞ വർഷം അവള് രാജിവെച്ചു. ഹിൽസോങ്ങിൽ നിന്നൊക്കെ രാജിവെക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അവൾ അതിന് പറഞ്ഞ കാരണം, ഇവിടെ പാടുന്ന പാട്ടുകൾ ദൈവവചനവുമായി വിരുദ്ധമാണ്, അതുകൊണ്ട് എനിക്ക് പാടാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങളെ ഞാൻ സ്നേഹത്തോടും ആദരവോടും കൂടെ പ്രബോധിപ്പിക്കുന്നു. നമ്മുടെ വാക്കുകൾ ദൈവവചനവുമായി ചേർന്നതാണോ എന്ന പരിശോധന നടത്തി ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ്. കാരണം നിലനിൽക്കുന്നത് ദൈവവചനം മാത്രമാണ്. 2 വാക്യങ്ങൾ ആമുഖമായി വായിച്ച് നമ്മുടെ പഠനം ആരംഭിക്കാം. ഞാൻ ജോർജ് കുട്ടിയോട് ആവശ്യപ്പെടുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 20-ാം വാക്യം. എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ക്രിസ്തു ആരാണ്? ആദ്യത്തെ ചോദ്യം, ഗുരുവിനറിയണം നാം ഗുരുവിനെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. കർത്താവിനറിയണം കർത്താവിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ് എന്നല്ല, അറിവ് എന്താണ്. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം, മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം നിരവധി മഹാന്മാരുടെ കട്ടൗട്ടുകൾ പ്രദർശിപ്പിച്ചു പലയിടങ്ങളിൽ. നാരായണ ഗുരു തുടങ്ങിയ പലരുടെയും. അക്കൂട്ടത്തിൽ അവർ യേശുക്രിസ്തുവിൻ്റെതെന്ന് തോന്നിക്കുന്ന ഒരു വലിയ കട്ടൗട്ടും വെച്ചിരുന്നു. അഥവാ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ ആശയങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് ലോകത്തെ അല്ലെങ്കിൽ മലയാളക്കരയിലെ വോട്ടർമാരെ അറിയിക്കാനാണത്. അപ്പൊ അവരെങ്ങനെയാണ് യേശു ആരാണെന്നാണ് പറയുന്നത്? അവർക്ക് യേശു ഒരു സാമൂഹ്യ വിപ്ലവകാരിയാണ്. ഹൈന്ദവ സഹോദരന്മാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും, ക്രിസ്തു ദേവൻ എന്നാണ് അവർ പറയുന്നത്, ക്രിസ്തു ഭഗവാൻ എന്നാണ് പറയുന്നത്. ശ്രീരാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദയുടെ ശ്രീരാമകൃഷ്ണ മിഷന്റെ ആശ്രമത്തിൽ ക്രിസ്മസ് കാലയളവിൽ പുൽക്കൂടുണ്ടാക്കി അവരുടെ ആരാധനാ സ്ഥലത്ത് വെക്കും. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, പറഞ്ഞു കേട്ടതല്ല.
അങ്ങനെ എന്തിന് ശ്രീരാമകൃഷ്ണ മിഷന്റെ മഹാനായ എഴുത്തുകാരനും പ്രസിഡന്റുമായിരുന്ന സ്വാമി രംഗനാഥാനന്ദ, മരിച്ചുപോയ അദ്ദേഹം ലോകത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു വേദ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ ദ ക്രൈസ്റ്റ് വി അഡോർ. എൻ്റെ മാനസാന്തരത്തിന്റെ ആദ്യത്തെ വിത്ത് ആ പുസ്തകമാണ്, ദ ക്രൈസ്റ്റ് വി അഡോർ. അപ്പോൾ ലോകത്തിൽ മനുഷ്യർ ക്രിസ്തുവിനെ പല നിലകളിൽ കാണുന്നു. ഗാന്ധിജിയെ വളരെ സ്വാധീനിച്ച വ്യക്തിയാണ് ക്രിസ്തു. ഇപ്പൊ ക്രിസ്തുവിനെ ഒരുവൻ കാണുന്നതും അറിയുന്നതും അവന് കിട്ടിയ വെളിച്ചത്തിൽ നിന്നാണ്. കർത്താവിന് ആദ്യത്തെ പാഠം നിങ്ങളുടെ നെഞ്ചിൽ എഴുതി വെക്കണം. ക്രിസ്തു ആരാണ് എന്ന് നിങ്ങൾ അറിയണമെന്ന് കർത്താവ് വളരെ ആഗ്രഹിക്കുന്നു. ഞാൻ ആരാണ്? എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള കർത്താവിന്റെ ഒരു വാചകമാണ്, വളരെ സ്വാധീനിച്ചിട്ടുള്ള. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇന്ന് രാത്രിയിൽ ഈ 4 ദിവസത്തെ പഠനം പൂർത്തിയാക്കാൻ കഴിയുന്നത്രയും പൂർത്തിയാക്കാം. വേഗത്തിൽ പറഞ്ഞ് ഒന്നും തലയ്ക്കകത്ത് കയറാതെ അവസാനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം. പഠിക്കുന്നത് ദൃഢമായി ഹൃദയത്തിൽ എഴുതണം. ഇപ്പൊ ഞാൻ ആരാണ്? ക്രിസ്തു ആരാണ് നിങ്ങൾക്ക്? ചിലർക്ക് ക്രിസ്തു രോഗശാന്തി വരുത്തുന്ന ഒരു മായാവിയാണ്. അതല്ലേ പരസ്യം? മായാവിയായിട്ടാണ് യേശുവിനെ കാണിക്കുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണും. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളിന്റെ സഭയിൽ ആഫ്രിക്കയിൽ നിന്ന് ഒരുത്തൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സ് ഉയർത്തിപ്പിടിക്കൂ, ഞാൻ ഇതാ യേശു ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ പേഴ്സിൽ പണം വർദ്ധിക്കും. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നേതാവിന്റെ ചർച്ചിലാണെന്ന് പറയുമ്പോൾ അയാൾക്ക് യേശുവിനെ കുറിച്ച് എന്താണ് അറിവ് എന്ന് നമ്മൾ വിലയിരുത്തണം. ഇപ്പം പേഴ്സിനകത്ത് കാശ് വർദ്ധിപ്പിക്കുന്ന യേശു. ജസ്റ്റ് ഇമാജിൻ, ഇതൊരു പെന്തക്കോസ് സമൂഹത്തിലെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നയാളുടെ സഭയിലാണെന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ എന്താണ് നാം നമ്മുടെ ജനത്തിന് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നൽകുന്നത്? വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുള്ളതിൽ എല്ലായിടത്തുമല്ല, പലയിടത്തും ചങ്കാദേനേവാല യേശു, ഇതിനപ്പുറത്തേക്ക് ഒരു വിവരണം യേശുവിന് നൽകുന്നത് കണ്ടിട്ടില്ല. ഓർക്കുക, ഇങ്ങനെ വികലവും ഉപരിപ്ലവവും ആയ പരിചയപ്പെടുത്തലല്ല കർത്താവിനെ കുറിച്ച് ഒരു സുവിശേഷകനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, കർത്താവിനെ കുറിച്ച് ഒരു സുവിശേഷകൻ എന്താണ് പറയേണ്ടതെന്ന് ഈ പുസ്തകത്തിൽ കൃത്യമായി എഴുതി വെച്ചു. അപ്പൊ ക്രിസ്തു ആരാണ്? അപ്പൊ അടുത്ത ചോദ്യം, 2 ചോദ്യങ്ങളാണ് ഇവിടെ എൻ്റെ ആമുഖ ക്ലാസ്സിൽ. ഈ പാസ്റ്റർ എന്തോ പഠിപ്പിക്കാനാ കർത്താവിനെ കുറിച്ച് ഞങ്ങൾക്കറിയാൻ വയ്യാത്ത വല്ലതും ഉണ്ടോ? ഞങ്ങൾ തികഞ്ഞ ആളുകളല്ലേ, ഞങ്ങൾക്ക് കർത്താവിനെ കുറിച്ച് മുഴുവൻ അറിയാം. അങ്ങനെയാണ് എന്റെയും നിങ്ങളുടെയും ധാരണയെങ്കിൽ നാം ഒരിക്കലും ക്രിസ്തീയ ജീവിതത്തിൽ വളരില്ല. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മാനവകുലത്തിലെ ഏറ്റവും മഹത്തായ മാനസാന്തരം സംഭവിച്ച
ഒരു മനുഷ്യൻ എന്താ പറയുന്നെന്നറിയാമോ നിങ്ങൾക്ക്? വായിക്കാമോ? ഫിലിപ്പി ലേഖനം 3-ാം 10-11 വാക്യം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ വായിക്കല്ലേ? വളരെ ശാന്തമായി പ്രാധാന്യം കൊടുക്കേണ്ട പദങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു വായിക്കാം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. ആ വാക്യം നമുക്കൊരു 20 ദിവസം പഠിപ്പിക്കാം, ആമേൻ. ഏറ്റവും കുറഞ്ഞത്. ഹല്ലേലൂയ. ആ 2 വാക്യങ്ങൾ വെച്ച് നമുക്ക് ദീർഘ ദിവസങ്ങൾ പഠിക്കും. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. അവിടുത്തെ ഒരു പദമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നത്. അവനെ അനുഭവിച്ച് അറിയണം. ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഏകദേശം 30 വർഷത്തെ ക്രിസ്തീയ ജീവിതം കഴിഞ്ഞു. അന്നേരവും അദ്ദേഹം പറയുന്നത് ഐ നീഡ് ടു നോ ഹിം. മഹാനായ സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞത്, തിരുവെഴുത്താകുന്ന മഹാസാഗരത്തിൽ നിന്നും ഈ കൈക്കുമ്പിളിൽ കോഴുക മാത്രമേ ഞാൻ ചെയ്യുന്നു. ഇപ്പൊ ഇന്ന് രാത്രിയിൽ ആമുഖമായി നമുക്ക് ദൈവത്തോട് പറയാനുള്ളത്, എനിക്ക് ദൈവത്തോട് പറയാനുള്ളത്, കർത്താവേ, അങ്ങേ ഞാൻ വളരെ കുറച്ച് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൂ. I have very little knowledge of God. കർത്താവിനെ ഒട്ടും അറിയില്ല എന്ന് പറയുന്നതാണ് അതിനേക്കാൾ ഉത്തമം. ഈ ദിനങ്ങളിലെ പഠനത്തിൽ നമ്മുടെ ദാഹം കർത്താവിനെ അറിയണം. And the more you know him, ശ്രദ്ധിക്കൂ, the more you know him. ഇപ്പൊ എങ്ങനെ അറിയാം? നാം കർത്താവിനെ അറിഞ്ഞ് വരികയാണെന്ന് എങ്ങനെ അറിയാം? അതിന്റെ അളവാണ് ആ വാക്യത്തിൽ പറയുന്നത്. അവന്റെ മരണത്തോട് അനുരൂപപ്പെടും എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ മരിക്കാൻ ഏൽപ്പിക്കും, അഥവാ ഞാൻ എല്ലാറ്റിലും അങ്ങേയറ്റം വിനയപ്പെടും. അറിയപ്പെടണമെന്ന ആഗ്രഹം എൻ്റെ ഹൃദയത്തിന്റെ മൂലെ പോലും കയറത്തില്ല. പ്രസിദ്ധനാകാൻ ഞാൻ ഒരു എഫേർട്ടും എടുക്കത്തില്ല. ഞാൻ ദൈവം ആവശ്യപ്പെടുന്ന സ്ഥലത്തല്ലാതെ മറ്റൊരിടത്ത് പോകത്തില്ല. അവനെ അറിയുന്തോറും അവന്റെ ഇഷ്ടം ചെയ്യുവാൻ, അവൻ ആവശ്യപ്പെടുന്നത് എത്ര പ്രയാസകരമായാലും ചെയ്യാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ പുതിയ ഗവൺമെന്റ് ഉണ്ടായി. 100 കണക്കിന് ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ വലിയ മറുപടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലം. മോഡി ജയിക്കുമെന്ന് നമുക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷേ അയാളുടെ സ്വപ്നങ്ങളെ മുഴുവൻ ദൈവം തകർത്തു കളഞ്ഞു. 400 സീറ്റ് മേടിച്ച് ഇന്ത്യയുടെ ഭരണഘടന തിരുത്തി മതേതര രാജ്യമെന്ന വാക്കില്ലാതാക്കി താൻ ഒരു പ്രത്യേക മതത്തിന്റെ രാജ്യമാക്കി മാറ്റുമെന്ന് സ്വപ്നം കണ്ടവരുടെ
സ്വപ്നം മുഴുവൻ തകർന്നത് വടക്കേ ഇന്ത്യയിലെ ദരിദ്രരായ മനുഷ്യരുടെ വോട്ടുകൊണ്ടാണ്. അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ചത് ഇന്ന് രാത്രി ധൈര്യത്തോടെ ദൈവമക്കൾ പറയണം, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഷിബു ഒക്കെ വടക്കേ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞല്ലോ. അവരൊക്കെ അനുഭവിക്കുന്ന ശുശ്രൂഷ മുഖത്ത് അനുഭവിക്കുന്ന നേരിടുന്ന പ്രതിസന്ധികൾ അതിന് ദൈവം നൽകിയ മറുപടിയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എനിക്കതിൽ വളരെ ആനന്ദമുണ്ട്. ഞാനിത് പറയാൻ വേണ്ടിയല്ല, മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. ഈ മന്ത്രിസഭയിൽ ഒരു മലയാളി മന്ത്രിയായിട്ടുണ്ട്, ജോർജ് കുര്യൻ. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല അയാളെ കുറിച്ച്. അപ്പൊ ഇന്ന് ഞാൻ അയാളെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചു. ഇയാൾ ആരാണ്? എന്നെ അത്ഭുതപ്പെടുത്തിയത് അയാൾ മന്ത്രിസഭയിൽ സ്ഥാനമേറ്റെടുക്കാൻ ചെന്നപ്പോൾ അയാളുടെ ഭാര്യയെ പോലും അയാൾ അറിയിച്ചില്ല. ഒരു അസാധാരണ മനുഷ്യൻ, അറിയപ്പെടാൻ ഒട്ടും ആഗ്രഹമില്ലാത്ത ഭാര്യ നാട്ടിലെ വീട്ടിലിരുന്ന് അയാൾ മന്ത്രിസഭയിൽ പ്രവേശിക്കുന്നതിൻ്റെ ലൈവ് കണ്ടത്. ഇവിടെ ഒരു ചെറിയ കസേര കിട്ടിയാൽ മതി, അപ്പം ഭാര്യയെ എഴുന്നള്ളിച്ചോണ്ട് നടക്കും. ഇപ്പം പെന്തക്കോസുകാർ കണ്ടില്ലേ, പ്രസംഗിക്കാൻ ഇരിക്കുമ്പോഴും ഭാര്യയും പിടിച്ച് സ്തംഭം പോലെ അടുത്തിരുത്തും. അത് വചനവിരുദ്ധമാണ്. ദൈവവചനം അത് അനുവദിക്കുന്നില്ല. ദൈവവചനം പാട്ടുപാടാൻ കയറ്റിക്കോ, പക്ഷെ ദൈവവചനം അനുവദിക്കുന്നില്ല ഇതൊന്നും. ഇതിന് ഞാൻ പറയട്ടെ, ഇതിലൊന്നും വിട്ടുവീഴ്ച വരുത്താൻ പറ്റില്ല നമുക്ക്. അങ്ങനെ ഇരുത്തുന്നവരെ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണം, എടേ ഇതൊന്നും പുസ്തകത്തിന് പറ്റിയ പരിപാടിയൊന്നുമല്ല, ഭാര്യയും വെച്ചോണ്ടൊന്നുമല്ല ദൈവവചനം പ്രസംഗിക്കേണ്ടത്. ദൈവവചനത്തിന്റെ ഗൗരവത്തെ സ്റ്റീവൻ ലോസന്റെ വാക്കുകൾ ഞാൻ മടക്കി കൊണ്ടുവരട്ടെ നിങ്ങളോട്. ബ്രിങ് ബാക്ക് ദ പുൾപിറ്റ് ഇൻ ടു ദ സെന്റർ ഓഫ് ദ ചർച്ച്. Throw away all lighted atmosphere. Stop performing songs. Preach the word. പ്രസംഗപീഠം ദൈവസഭയുടെ നടുവിലേക്ക് മടക്കി കൊണ്ടുവരിക. വൈദ്യുത പ്രകാശത്തിന്റെ അലങ്കാരങ്ങൾ എടുത്തെറിയുക. പാട്ട് സംഘത്തിന്റെ അഭിനയം അവസാനിപ്പിക്കുക. ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ പ്രസംഗിക്കാതെ ദൈവസഭ എന്നൊന്നില്ല. ദൈവസഭ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു വേണം. ആരാധന വിലയേറിയതാകണമെങ്കിൽ ക്രിസ്തുവിനെ ഉയർത്തണം. വചന ശുശ്രൂഷയിൽ ക്രിസ്തു ഇല്ലെങ്കിൽ, സ്പർജന്റെ വാക്ക് കടമെടുത്താൽ, വചന ശുശ്രൂഷയിൽ ക്രിസ്തു ഇല്ലെങ്കിൽ നിന്റെ വചനത്തിന്റെ വില പൂജ്യമാണ്. ക്രിസ്തുവിനെ ഉയർത്തുന്ന, ക്രിസ്തുവിനെ മാത്രം ഉയർത്തുന്ന, ക്രിസ്തുവിനെ മാത്രം പാടുന്ന, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണ് ദൈവസഭ. ആയിരിക്കണം ദൈവസഭ. അപ്പൊ എന്താണ് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത്? ക്രിസ്തു പഠനത്തിൽ നാം പഠിക്കാൻ പോകുന്നത് എന്താണ് ക്രിസ്തുവിന്റെ വ്യക്തിത്വം, ഐഡന്റിറ്റി ഓഫ് ക്രൈസ്റ്റ്. എന്താണ് ക്രിസ്തുവിന്റെ പ്രവൃത്തി, ഐഡന്റിറ്റി ആൻഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു ശാസ്ത്രം എന്നതിന് വേണമെങ്കിൽ പറയാം, ക്രിസ്റ്റോളജി. ക്രിസ്റ്റോളജി എന്ന വേദശാസ്ത്ര ശാഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട. സഭാശാസ്ത്രം പഠിക്കണമെങ്കിൽ, പരിശുദ്ധാത്മശാസ്ത്രം പഠിക്കണമെങ്കിൽ, രക്ഷാശാസ്ത്രം പഠിക്കണമെങ്കിൽ, പാപത്തെ കുറിച്ചുള്ള പഠനം നടത്തണമെങ്കിൽ, ഇവിടെ ത്രിത്വത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ ക്രിസ്തുവിനെ വിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അഥവാ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനമാണ് വേദപുസ്തകത്തിന്റെ
സത്ത. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പഠിക്കുന്നത് നല്ലതാണ്. ഈ 66 പുസ്തകങ്ങളിൽ വെളിപ്പെടുന്ന ക്രിസ്തു. ദൈവം അനുവദിച്ചാൽ മറ്റൊരിക്കൽ അത് പഠിപ്പിക്കാം. 66 പുസ്തകങ്ങളിലും വെളിപ്പെടുന്ന ക്രിസ്തു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ എല്ലാ പുസ്തകങ്ങളിലും, പഴയ നിയമഗ്രന്ഥങ്ങളെ കുറിച്ച് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഉദാഹരണത്തിന് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും യുദ്ധത്തിന്റെ വർണ്ണന പറഞ്ഞാൽ അത് പുതിയ നിയമ വചന സന്ദേശമാകില്ല. മറിച്ച് പാപത്തെ അതിജീവിക്കാൻ ഒരു ക്രിസ്ത്യാനിയുടെ യുദ്ധത്തിലെ തന്ത്രങ്ങൾ, ഇതാണ് പുതിയ നിയമത്തിലേക്ക് പഴയ നിയമത്തിലെ സംഭവങ്ങളെ അനുധാവനം ചെയ്യിക്കേണ്ടത്. പഴയ നിയമം രചിക്കപ്പെട്ടത് ക്രിസ്തുവിന് വേണ്ടിയാണ് എന്നൊരിക്കലും മറക്കരുത്. മടങ്ങി വരാൻ നമ്മുടെ ചിന്തയിലേക്ക്. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ഒരു സുവിശേഷകനെ ഭരിക്കേണ്ട വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണിത്. ലോകം അവനെ അറിഞ്ഞില്ല. ലോകത്തിനെ അവനെ അറിയിക്കുക എന്നതാണ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം. മൈക്ക് മ്യൂട്ട് ചെയ്യണേ ദയവായി. പുതിയ നിയമത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ, മാത്രം കേന്ദ്രീകൃതമായ 4 ലേഖനങ്ങളുണ്ട്. നമുക്കറിയാം, എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം. വളരെ വിചിത്രമെന്ന് പറയട്ടെ, ഒരു പേജ് മാത്രമുള്ള ഫിലമോന്റെ ലേഖനം എന്ന് പറയേണ്ട ഫിലമോൻ എഴുതിയ കത്ത്. എന്നോട് ആവർത്തിക്കാം: എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോഷ്യർ ആൻഡ് ഫൈലമോൻ. ഫിലമോന്റെ ആ ഒരു പേജുള്ള കത്ത് തന്നെ നമുക്ക് 1 മാസം ബൈബിൾ ക്ലാസ് എടുക്കാം. അത്ര ഗൗരവമാണ് ഫിലമോൻ എഴുതിയ കത്ത്. ഇപ്പൊ വേദപുസ്തകത്തിന്റെ അവഗാഹവും ആഴവും, കൊലോസ്യ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വർണ്ണനകൾ, അതൊന്നും ഞാൻ തൊടുന്നില്ല. അതൊക്കെ മറ്റൊരിക്കൽ പഠിക്കാൻ ഉപയോഗിക്കും. ഞാൻ പൊതുവായിട്ടുള്ള ചില പാഠങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഈ ലേഖനങ്ങളിലെ വാക്യങ്ങൾ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്നത് ശീലമാക്കണം. അത് നിങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിന് ആർജവം നൽകുന്നതായിരിക്കും. ദൈവത്തിന് മഹത്വം. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് ക്രിസ്തു ആര് എന്ന ബോധ്യം നൽകുക. നാം അതിനാധാരമായി 2 പ്രധാന വാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എന്തുകൊണ്ടാണ് ക്രിസ്തുവാണ് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ട്രിൻ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഉത്തരം: മനുഷ്യന്റെ രക്ഷയുടെ കേന്ദ്രം ക്രിസ്തുവാണ്. ഇവിടെ കഴിഞ്ഞ വെള്ളിയും ശനിയും IPC നോർത്തേൺ അമേരിക്കൻ സെൻട്രൽ റീജിയന്റെ കൺവെൻഷനായിട്ട് ഈ 2 ദിനങ്ങളിലും ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഞാനൊരു പ്രധാന കാര്യം ഓർമ്മിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിൽ സുവിശേഷ പ്രസംഗം അന്യപ്പെട്ടു കഴിഞ്ഞു. ഗാസ്പൽ പ്രീച്ചിങ് ഇല്ലാതെയായി. നിങ്ങൾ പഴയ കാലത്തെ പെന്തക്കോസ്റ്റിലെ മലയാളക്കരയിലെ ഉപദേശിമാരെ,
ആണല്ലോ നമുക്ക് കൂടുതൽ അറിയാവുന്നത്. PM ഫിലിപ്പോ, അല്ലെങ്കിൽ VT ജോസഫോ, PD ജോൺസൺ, VA തമ്പിയോ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അവരുടെ സന്ദേശങ്ങൾ ശ്രദ്ധിച്ചാൽ, സൗഖ്യം തരുന്ന യേശുവിനെ ഒന്നുമല്ല അവര് പ്രസംഗിച്ചിരുന്നത്. അനുഗ്രഹം തരുന്ന യേശു, വിടുതൽ തരുന്ന യേശു, മക്കളെ അനുഗ്രഹിക്കുന്ന യേശു, ഇതൊന്നുമല്ല. അതൊന്നും യേശുവിനെ കുറിച്ച് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രസംഗം അല്ല. അതൊന്നും യേശുവിനെ കുറിച്ച് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രസംഗം, രക്ഷിക്കാൻ കഴിയുന്ന ഏകനാമം, the only way. നമുക്കറിയാം, തിമോത്തി 2:5-6 വാക്യങ്ങൾ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഏത് സുവിശേഷ യോഗത്തില ഇപ്പോൾ 1 തിമോത്തിയോസ് 2:5-6 പ്രസംഗിക്കുന്നേ? എവിടെ കേൾക്കുന്നു? We have diluted the scripture. We have diluted gospel. വെള്ളം കോരി ഒഴിച്ച് നമ്മൾ വെറും പാലും വെള്ളം കൊടുക്കുന്നവരായി മാറി. മനുഷ്യ, നീ പാപിയാണ്, നിന്റെ പാപത്തിന്റെ ശമ്പളം മരണമാണ്, നിനക്ക് നിത്യ ന്യായവിധി വരാൻ പോകുന്നു, ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ രക്ഷകനെ കണ്ടെത്തൂ. പ്രസംഗം നാം എവിടെ കേൾക്കുന്നു? കാരണം അത്തരം പ്രസംഗരെ വിളിക്കാൻ ആള് കുറയും. ക്രൗഡ് പുള്ളിങ് പ്രീച്ചർ. അല്ലാതെ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം എന്നൊക്കെ പറയുന്നത് വെറുതെയാ. ഈ ദിവസങ്ങളിലെ പഠനം ക്രിസ്തുയേശുവിന്റെ മഹത്വത്തെ തിരിച്ചറിയുമ്പോൾ ന്യായവിധിയുടെ ഭയങ്കരതയും നാം തിരിച്ചറിയും. ഫിലിപ്പിലേഖനം 2-ാം അധ്യായത്തിലെ പ്രയോഗങ്ങളെ കുറിച്ച് സ്പർജൻ പറയുന്നത്, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വത്തെ ഉപേക്ഷിച്ച് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നു തന്നെത്താൻ താഴ്ത്തിയ ആ വർണ്ണന വേദപുസ്തകത്തിലെ തങ്കലിഖിത പദങ്ങളാണ്. They are diamonds in the scripture. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായി I feel very disturbed. I feel very, very sad. യേശുവിനെ പ്രസംഗിക്കാത്ത സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അതൃപ്തനാകുകയും ദുഃഖിതനാകുകയും ചെയ്യും. എൻ്റെ ആശയും എൻ്റെ പ്രാർത്ഥനയും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ള ഒരു ദാഹം ലഭിപ്പാൻ സംഗതിയാകട്ടെ. എൻ്റെ ഈ ആയുസ് മുഴുവൻ, സ്പർജന്റെ വാക്കുകൾ ഞാൻ കടമ്പെടുക്കുക, യേശുവിനെ പ്രസംഗിച്ചാലും എനിക്ക് വേണ്ടി താൻ ചെയ്ത ത്യാഗത്തിന് പകരമാകുകയില്ല. യേശുക്രിസ്തുവിലേക്ക് നാം പ്രവേശിക്കുന്നതിൻ്റെ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചു, കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രിയനാണ് യേശുക്രിസ്തു. കാരണം സാമൂഹ്യ വിപ്ലവകാരിയാണ്. ഒരു സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നോ യേശു? അതോ യേശു ഒരു മുൻ അസ്തിത്വമുള്ള ആളായിരുന്നു?
ഇത് നോട്ട് എഴുതുന്നവർക്ക് എഴുതാം, യേശുവിന്റെ മുൻ അസ്തിത്വം, പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്. അതിനുള്ള തെളിവുകൾ, മറിയത്തിൽ ജനിക്കുന്നതിന് മുമ്പേ യേശു ഉണ്ടായിരുന്നോ? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നാം അത് എങ്ങനെ സ്ഥാപിക്കും? ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞാൻ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ തീരെ ആളുകളില്ലാത്തൊരു കമ്പാർട്ട്മെന്റിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേദപുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. എൻ്റെ കുറച്ചപ്പുറത്ത് 10-16 വയസ്സുള്ള 2 മുസ്ലിം പയ്യന്മാർ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ വസ്ത്രധാരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവരവരുടെ മതപഠനം കഴിഞ്ഞ് മടങ്ങുകയാണ്. ഞാൻ ഈ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 2 പിള്ളേരും എൻ്റെ ഇടതും വലതും വന്നിരുന്നിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പാഠങ്ങൾ ഉരുവിടുന്നത് പോലെ അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിലൊന്നായിരുന്നു ഈ ചോദ്യം: യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നതാണോ അതോ സാധാരണ ഒരു മനുഷ്യനാണോ? യേശു അതിനു മുമ്പുണ്ടായിരുന്നോ? വളരെ രസമായിരുന്നു ആ കുഞ്ഞുങ്ങളുമായിട്ടുള്ള സംഭാഷണം. ഈ 2 കുട്ടികൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് മറ്റൊരു മനുഷ്യൻ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ യാത്രയിൽ അയാളെ പരിചയപ്പെടുത്തപ്പോൾ അയാൾ ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഈ പിള്ളേർ ചോദിച്ചോടനെ ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, സാറേ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാവോ? അയാളുടെ ഉത്തരം, എൻ്റെ പാസ്റ്ററെ എനിക്കറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരുവെഴുത്ത് സംബന്ധമായി വളരെ ആഴമായി പഠനമുള്ളവരായിരിക്കണം, അറിവുള്ളവരായിരിക്കണം. തിരുവെഴുത്ത് സംബന്ധമായിട്ടുള്ള അറിവ് കൃത്യമായി നമുക്കുണ്ടെങ്കിലേ നാം ദുരുപദേശത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. നിങ്ങൾക്കറിയാം, ഞാൻ ബാങ്കിൽ ജോലി ചെയ്ത ആളാണ്. ഈ ബാങ്കിൽ കള്ളനോട്ട് കണ്ടുപിടിക്കാൻ കള്ളനോട്ട് വെച്ചല്ല പഠിപ്പിക്കുന്നത്, നല്ല നോട്ട് വെച്ചാണ് പഠിപ്പിക്കുന്നത്. നല്ല നോട്ട് വെച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇത് കള്ളനോട്ടാണെന്ന് ഇങ്ങനെ അറിയാമെന്നല്ല പഠിപ്പിക്കുന്നത്. ഇപ്പൊ നല്ലത് പഠിപ്പിച്ചാൽ തീയതിനെ തിരിച്ചറിയാൻ എളുപ്പമാണ്. പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ് 1, 4 പാഠങ്ങളായി ഞാൻ തിരിക്കാം. 1, യേശുവിന്റെ പ്രസ്താവന, വേർഡ്സ് ഓഫ് ക്രൈസ്റ്റ്. യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ കുറിച്ച്. 1, ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാൻ 10:30. ഞാനും പിതാവും ഒന്നാകുന്നു, അഥവാ ഞാൻ പിതാവ് എന്നു തൊട്ട് ഉണ്ടോ അന്ന് തൊട്ട് ഞാനും ഉണ്ട്. ഐ ആം കോ എക്സിസ്റ്റിംഗ് വിത്ത് ഫാദർ. പിതാവിനോട് ഞാൻ ചേർന്നിരിക്കുന്നു. പിതാവും പുത്രനും ഒക്കെ എങ്ങനെ വന്നുള്ളത് നമുക്ക് പിന്നാലെ പഠിക്കാം. 2, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. റെഫറൻസ് മാത്രം എഴുതിയിട്ടിട്ട് പിന്നാലെ നിങ്ങൾ വായിച്ചാൽ മതി. യോഹന്നാൻ 8:58. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഐ ആം പ്രീ എക്സിസ്റ്റിംഗ്. 4 വാക്യങ്ങൾ മാത്രമേ എടുക്കുന്നു. യോഹന്നാൻ 17:5. മനോഹരമാണ് ഈ വാക്ക്. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്നിൽ ഉണ്ടായിരുന്ന മഹത്വം. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ, ഞാനതൊരു ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. 1, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത പറയുന്നത് ലോകമുണ്ടാകുന്നതിന് മുമ്പേ. സോ ബിഫോർ ദ ക്രിയേഷൻ ക്രൈസ്റ്റ് വാസ് ദർ. ഇത് നമ്മുടെ വിശ്വാസമല്ല, എന്റെ വിശ്വാസം അതാണ് എന്നല്ല. തിരുവെഴുത്ത് എന്താ പറയുന്നതെന്ന് അറിയണ്ട. നമ്മുടെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല.
ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നതെന്നല്ല പറയേണ്ടത്, തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്. നാലാമത്തത്, പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചു. യോഹന്നാൻ 17:24. ശ്രദ്ധേയമായ കാര്യം, യോഹന്നാനാണ് യേശുക്രിസ്തുവിന്റെ അനാദി കാലം മുതലുള്ള സാന്നിധ്യത്തെ ഏറ്റവും ആഴത്തിൽ തിരിച്ചറിഞ്ഞതോ അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടിയതോ. അതിനകത്തൊരു ദൂതുണ്ട്. യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും യോഹന്നാനായതുകൊണ്ട്. The more you love him, the more he will reveal himself to you. ആമേൻ. നാം കർത്താവിനെ ആഴമായി സ്നേഹിക്കും തോറും കർത്താവ് തന്നെ കൂടുതലായി വെളിപ്പെടുത്തും. നാം സ്നേഹിക്കുന്നവരാണ്, നാം കൂടുതൽ സ്നേഹിക്കുന്നവരാണ് നമ്മോട് ഏറ്റവും അധികം ഹൃദയം തുറക്കുന്നത്. കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് നൽകുന്നത് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോഴാണ്. അവിടെ ഒരു പാഠം കൂടെ പറയാം. കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് ശ്രദ്ധിച്ചു കേൾക്കണം. ബൈബിളിന് പുറത്ത് ഒരു വെളിപ്പാടില്ല. The complete revelation about Christ is in the Bible. വേദപുസ്തകത്തിൽ ഇല്ലാത്തതൊന്നും ദൈവത്തിന്റെ വെളിപ്പാടായി നാം ധരിക്കരുത്. മനുഷ്യന് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുവാനുള്ളത് മുഴുവനും ഈ പുസ്തകത്തിലുണ്ട്. ദൈവത്തിന് മഹത്വം. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1, ഞാനും പിതാവും ഒന്നാണ്. 2, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. 3, ലോകമുണ്ടാവും മുമ്പ് ഞാനുണ്ട്. അതേ അർത്ഥം തന്നെ മറ്റൊരു വാക്ക്, ലോകസ്ഥാപനത്തിനു മുമ്പ്. സോ കർത്താവ് തന്നെ പറയുകയാണ്, ഐ ആം പ്രീ എക്സിസ്റ്റന്റ്. 2, പ്രവാചകന്മാരുടെ വാക്കുകൾ. മൂഡീസ് ബൈബിൾ സ്റ്റഡി ബുക്കിൽ വളരെ മനോഹരമായ ഒരു ചാർട്ടുണ്ട്. നാം അത് പഠിപ്പിക്കുന്നില്ല, സമയക്കുറവുണ്ട്. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഒരു കോളത്തിൽ, മറ്റൊരു കോളത്തിൽ പുതിയ നിയമത്തിൽ അത് സംഭവിച്ചതിന്റെ തെളിവുകൾ. അസാധാരണമായ ഇൻസൈറ്റ് തരുന്ന ഒരു പഠനമാണ്. പ്രവാചക വാക്യങ്ങൾ 2 വാക്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. 40ഓളം വാക്യങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും. 1, മീഖ പ്രവചനം 5:2. മീഖാവാണ്, വായിക്കാമോ കുഞ്ഞെ? മീഖ ആണ് കർത്താവ് ബെത്ലഹേമിലാണ് ജനിക്കാൻ പോകുന്നതെന്ന് പ്രവചനം പറഞ്ഞു. മീഖ 5:2 പ്രധാനപ്പെട്ട ഒരു വാക്ക് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഞാൻ നിങ്ങൾക്ക് അവസരം തരിക, നിങ്ങളിങ്ങനെ വായിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നത് കൊണ്ട്. നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഇസ്രായേലിന്റെ അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ബെത്ലഹേമിൽ യേശു ജനിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് മീഖ വെളിപ്പെട്ടു കിട്ടി. അടുത്ത വാക്യം വായിക്കൂ, അവിടെയാണ് പ്രധാനം. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അവൻ ബെത്ലഹേമിൽ നിന്ന് വരുന്നു എന്നതിന്റെ അർത്ഥം അവൻ ബെത്ലഹേമിലാണ് ആരംഭിച്ചത് എന്നല്ല. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനവുമാണ്. Christ is not a human being that came at a particular time. He was there from eternity. ദൈവത്തിന് ലോകത്തിലെ മഹാരഥന്മാരെല്ലാം ജനിച്ചതിന്
ഒരു സമയമുണ്ടെങ്കിൽ നസ്രയന് സമയമില്ല. അവൻ സമയത്തെ അപ്പുറമാണ്. ദൈവത്തിന് മഹത്വം. രണ്ടാമത്തെ വാക്ക് 55 ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫസി ഉണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച്. നോട്ട് എഴുതുന്നവർക്ക് എഴുതാം. 55 പ്രവചനമുണ്ട് പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച്. രണ്ടാമത്തെ വാക്ക് പ്രവാചക വാക്യങ്ങളിൽ പ്രധാനപ്പെട്ടത് യോഹന്നാന്റെ സുവിശേഷം 1:30. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവൻ തന്നെ. നമുക്ക് ആശയം മാത്രം മതി. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. അതെങ്ങനെയാ? യോഹന്നാനെക്കാട്ടിലും 6 മാസം ഇളയതാണ് യേശു ജനനത്തിൽ. ലൂക്കോസ് 1:26 വായിച്ചാൽ അറിയാം. നിങ്ങൾ റെഫറൻസ് എഴുതി വെച്ചാൽ മതി. യോഹന്നാനേക്കാൾ 6 മാസം ഇളയതാ ജനനം കൊണ്ട് യേശു. പക്ഷെ യോഹന്നാൻ സ്നാപകൻ എന്ന പ്രവാചകൻ പറയുകയാണ്, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായി. പാസ്റ്റർ, ഞാൻ മറന്നുപോയി. എത്ര മിനിറ്റ് കൂടെ പോകാം? സമയം വളരെ പെട്ടെന്ന് പോയി. 8 മണിയായി ഇപ്പൊ ഇവിടെ. 10 മിനിറ്റ്. 10 മിനിറ്റ്. അടുത്തത് അപ്പോസ്തലന്മാരുടെ സാക്ഷി. യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്ന അതിമനോഹരമായ പ്രസ്താവന, ഒരായുസ് മുഴുവൻ പ്രസംഗിക്കാൻ കഴിയുന്ന പ്രസ്താവന. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. യോഹന്നാൻ 1:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എടുക്കണ്ട കുഞ്ഞെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. Pre-existent Christ is named as Logos. യോഹന്നാൻ എഴുതി വെക്കുന്നു. അടുത്തത് പൗലോസ് പറയുന്നു. പൗലോസ് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയർ 2:6 അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലമാണ്. അപ്പൊ അവൻ ഇവിടെ ജനിച്ചത് ആണെങ്കിലും അവന്റെ ആരംഭം ഇവിടെ അല്ല, അവൻ ദൈവരൂപത്തിൽ ഇരുന്നവനാണ്. ഫിലിപ്പിയർ 2:6. 1 തിമോത്തിയോസ് 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. He manifested himself. യേശു അവതരിച്ചു എന്ന് ഈ കത്തോലിക്കര് പറയുന്ന, ഞാനൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ചത് യേശു അവതരിച്ചെന്ന്. യേശു അവതരിച്ചു എന്നത് സ്ക്രിപ്ചറലി തെറ്റായൊരു പ്രയോഗമാണ്. യേശു അവതാരമല്ല, അതൊരു ഹൈന്ദവ സങ്കല്പത്തിൽ നിന്നുണ്ടായ പദമാണ്. യേശു അവതരിക്കുകയല്ല ചെയ്തത്, യേശു വെളിപ്പെടുകയാണ് ചെയ്തത്. He revealed himself. കേട്ടോ, ഒരു വാക്കുകൾ നൽകുന്ന അന്തരം കണ്ടു. യേശു അവതരിച്ചു, പുൽക്കൂട്ടിൽ അവതരിച്ചു അല്ല, അവൻ ജഡത്തിൽ വെളിപ്പെടുകയാണ് ചെയ്തത്. 3 കൊലോസ്യർ 1:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പോയറ്റിക്കാണത്. കവിത പോലെ മനോഹരമാണ് പൗലോസിന്റെ പ്രയോഗം. അതിൽ ഒരു പദം മാത്രം, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. യേശുവിനെ കുറിച്ചുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രയോഗം കൊലോസ്യർ 2-ാം അധ്യായത്തിലാണ്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. 3 കാര്യം പറഞ്ഞു. ഫിലിപ്പിയർ 2:6, 1 തിമോത്തിയോസ് 3:16, കൊലോസ്യർ 1:15 മുതൽ 17 വരെ. എബ്രായർ
1:2 അപ്പോസ്തലന്മാരുടെ സാക്ഷ്യമാണ് യേശുവിനെ കുറിച്ച്. ഞാൻ വാക്കുകൾ മാത്രം പറയാം, മുഴുവൻ വായിക്കുന്നില്ല. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. ഇതിൽ കൂടുതൽ തെളിവെന്താ വേണ്ടത്? ക്രൈസ്റ്റ് എക്സിസ്റ്റഡ് ബിഫോർ ഹി വാസ് ബോൺ. 4 13:8 നമുക്കറിയാവുന്ന വാക്യം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. നമ്മൾ ഈ പരസ്യത്തിലൊക്കെ നമ്മുടെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ലോകത്തിൽ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. ആര് പറഞ്ഞു ലോകത്തിൽ ഒരു കല്ലറ തുറന്നു കിടപ്പുള്ളെന്ന്? ലോകത്തിൽ എന്തുമാത്രം കല്ലറ തുറന്നു കിടപ്പുണ്ട്? നമ്മൾ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനം ആ കല്ലറ തുറന്നു കിടക്കുന്നതാണോ? നോവേ, നോവേ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ കാരണം ഈ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. പുസ്തകത്തിന് സ്തോത്രം. കാരണം ഇത് സത്യവേദ പുസ്തകമാണ്. നിങ്ങളൊക്കെ അങ്ങനത്തെ വാക്കുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദയവ് ഇത് പറയരുത്, അബദ്ധമാണ് അതൊക്കെ. മറ്റൊരു കാരണമാണ്, ഞാനും പറഞ്ഞിട്ടുള്ളതാ എന്റെ ചെറുപ്പത്തിൽ, ഇപ്പോഴതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വിഡ്ഢിത്തമായിട്ട് തോന്നും. ചോദ്യത്തെ ചോദ്യം കൊണ്ട് നേരിടാം, അനുഭവത്തെ ആർക്ക് ചോദ്യം ചെയ്യാം. മണ്ടത്തരമാണ് അങ്ങനെ പറയുന്നത്. കാരണം മറ്റു പല ദൈവങ്ങളുടെ അടുത്ത് പോയി പ്രശ്നത്തിന് പരിഹാരം കിട്ടിയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. പ്രശ്നപരിഹാരകനല്ല യേശു. യേശു നരകത്തിന് പരിഹാരം നൽകുന്നവനാണ്. ഹല്ലേലൂയ. നമ്മളെ 2 വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 3 കാര്യങ്ങൾ നാം പറഞ്ഞു. 1 കർത്താവിന്റെ ഡിക്ലറേഷൻ, 2 പ്രവാചകന്മാരുടെ വാക്കുകൾ, 3 അപ്പോസ്തലന്മാരുടെ വാക്കുകൾ. 4ാമത്തെ പാഠം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് മുഴുവൻ പറയാൻ പറ്റില്ല. 4 സൂചനകളുടെ സാക്ഷി. ഇംഗ്ലീഷ് പറയാണ് ടെസ്റ്റിമണി ഓഫ് ഇംപ്ലിക്കേഷൻ. ഇംപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ല? ഇംപ്ലൈഡ് സയൻസ്. സൂചനകൾ നൽകുന്ന അറിവ്. അതില് ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. സൂചനകളിൽ നിന്നും എനിക്കിത് ബോധ്യപ്പെടുന്നു. തെളിവ് ഒരു മനസ്സിലാകാൻ ഈ സൂചന എന്ന് പറയുന്നത്, തീ വീണാൽ കത്തും. എങ്ങനെയാണ് മനസ്സിലാകുന്നത്? തീ ഒരു സാധനത്തിലേക്ക് ഇട്ടു നോക്കുമ്പോൾ ആ സാധനം കത്തിത്തീരുന്ന കാണാൻ പറ്റും. ഇംപ്ലിക്കേഷൻ. 1 സൃഷ്ടി പുത്രനാൽ ആണ് എന്ന് തിരുവെഴുത്ത് പറയുന്നത് കൊണ്ട് യേശു ആദി മുതലുള്ളവൻ. സൃഷ്ടി പുത്രനാലാണെന്ന് എവിടാണ് പറയുന്നത്? യോഹന്നാൻ 1:3. സകലവും അവൻ മുഖാന്തരം ഉളവായി. എന്തുകൊണ്ടാണ് യേശു പുത്രൻ എന്ന് പറയുന്നതൊക്കെ നമുക്ക് പിന്നാലെ പഠിക്കാം. യേശുവിനെ എന്തുകൊണ്ടാണ് പുത്രൻ? ദൈവത്തിന് പുത്രനുണ്ടോ? ദൈവത്തിന് പുത്രൻ ഉണ്ടെങ്കിൽ അവൻ സൃഷ്ടിക്കപ്പെട്ടവനായിരിക്കുമല്ലോ. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവന് ദൈവമാകാൻ കഴിയുമോ? ഇതൊക്കെ നമുക്ക് പിന്നാലെ ചിന്തിക്കാം. 2 സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. കൊലോസ്യർ 1:16, എബ്രായർ 1:10. കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ഇന്ന് രാത്രിയിലും ഒരു ക്രിസ്തു ഭക്തനെ രോമാഞ്ചമണിയിക്കുന്നത്, ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതത്തിന്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുന്നത്, ഞാൻ സേവിക്കുന്നവൻ മനുഷ്യ നിർമ്മിതനായ ഒരു വ്യക്തിയല്ല,
ഞാൻ സേവിക്കുന്നവൻ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. Hallelujah. I serve an eternal God. ആമേൻ. എന്റെ ജീവിതം അഭിമാനകരമാകുന്നത്, ഒരു ദൈവ പൈതലിന്റെ ജീവിതം അഭിമാനകരമാകുന്നത് അനാദിയായും ശാശ്വതവുമായ ദൈവത്തെ എനിക്ക് ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നതാണ്. ആമേൻ. മഹത്വം. ഈ വാക്കുകളാൽ നമ്മുടെ പഠനം ഇന്ന് അവസാനിപ്പിക്കാം. ടെസ്റ്റിമണി ഓഫ് ഇംപ്ലിക്കേഷന്റെ ആദ്യ പാഠം നാം പഠിച്ചു. സൃഷ്ടി പുത്രനാൽ എന്ന് തിരുവെഴുത്ത് പറയുന്നത് കൊണ്ട് പുത്രൻ സൃഷ്ടിക്ക് മുൻപേ ഉണ്ടായിരുന്നു. താങ്ക് യു ഡിയർ പാസ്റ്റർ.